ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കൊള്ളിയും ചീസും കൊണ്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണമെന്ന് ഒന്ന് വീഡിയോയിലൂടെ കാണാം കേട്ടോ. ആദ്യം കൊള്ളിയൊക്കെ തോല് കളഞ്ഞ് ഞാനൊരു കുക്കറിലിട്ട് വേവിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ കൊള്ളി ഇടണത്. അപ്പോൾ കുക്കറിലിട്ട് നന്നായി വേവിച്ചു. ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ച് നന്നായി വെന്തിട്ടുണ്ട് കൊള്ളി. നമ്മളത് മാറ്റി വയ്ക്കുകയാണ് വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇനി അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സവാള, കുരുമുളക്, പച്ചമുളക്, മല്ലിയില, പിന്നെ ഇത് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് 3 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തത് കേട്ടോ. പിന്നെ ചീസ്. പിന്നെ നമ്മൾ ഈ കൊള്ളി നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുത്തിട്ട് നന്നായി വേവുന്ന കൊള്ളിയായിരുന്നു. പറമ്പിൽ നിന്ന് വലിച്ചതായതുകൊണ്ട് തന്നെ അധികം മൂത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സവാളയും പച്ചമുളകും മല്ലിയിലയും കുരുമുളകും എല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ചീസ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തു കേട്ടോ. കുഴച്ചെടുത്തിട്ട് ഓരോ ബോളാക്കി എടുത്തിട്ട് നമ്മളിത് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതിനകത്ത് മുക്കിയെടുത്ത ശേഷം നമ്മൾ ഈ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിനകത്തും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് അങ്ങനെ ഓരോ ബോളായിട്ട് ഇതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കണം. അങ്ങനെ ഞാനെല്ലാം ഇതുപോലെ ചെയ്തു കേട്ടോ. ഞാൻ കുറച്ച് വലിയ ബോളായിട്ട് ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞതാക്കാം കേട്ടോ. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടോ നന്നായി ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഈ ഓരോ ബോള് അതിനകത്ത് ഇട്ട് കൊടുക്കുക. അധികം ടൈമൊന്നും വേണ്ട കേട്ടോ, വേഗം കുക്കാവും. കാരണം നമ്മൾ ഓൾറെഡി കൊള്ളി വേവിച്ച് വെച്ചേക്കണത്. ചിലയിടത്ത് കപ്പ, ചിലയിടത്ത് കിഴങ്ങ്, ചിലയിടത്ത് കൊള്ളി അങ്ങനെയൊക്കെ പറയാം. നിങ്ങളെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേഗം വേവും കേട്ടോ. ഞാൻ ഇട്ടപ്പോൾ തന്നെ ചെറുതായിട്ട് കളർ ചേഞ്ച് വന്നു. പിന്നെ നമ്മളത് കുക്കാവണതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടും. ചെറുതായിട്ട് സ്മെല്ല് വരാൻ തുടങ്ങും, നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.